നമുക്ക് വരുന്ന ആഴ്ചയിലെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഏറെക്കുറെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് കൃത്യമായി ഈ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, നമ്മൾ പറഞ്ഞിരുന്ന ഒരു പാത്ത് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ നോക്കിയാൽ കാണാം, കൃത്യമായി ഇവിടെ നിന്നൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. വന്നിട്ട് അവിടെ നിന്നൊരു താഴോട്ടേക്ക് ഒരു റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് വന്നത് ബ്രേക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞത് ഈ ഒരു 64.618 ആയിരുന്നു. ഇന്നലേക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ നോക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തിയത് 100% കറക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയിലെ അനാലിസിസ് എടുത്ത് നോക്കിയാലും കാണാം, ഒരിക്കൽ പോലും യുഎസ് ഓയിലിൽ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് തെറ്റിയിട്ടില്ല. ട്രേഡ് അനാലിസിസ് പൊതുവെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ്വുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ട്രേഡ്വുഡിന്റെ ഒരു ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആളുകൾ അത് നോക്കി ജോയിൻ ചെയ്യുക. അടുത്തൊരു ബാച്ച് ഈ വരുന്ന ആഴ്ച ശനിയാഴ്ച തുടങ്ങുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഭാഗമാവാൻ കഴിയും. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അതായത് ഈ ഏരിയ മുൻപ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരുന്നു. പിന്നെ ആ ഒരു ഏരിയനെ വലിയൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. എനിവേ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള നിയറസ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ മാർക്കറ്റ് കുറെ കാലം വന്ന് റീടെസ്റ്റ് ചെയ്ത് ഇതിന്റെ മുകളിലാണ് എല്ലായ്പ്പോഴും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടി മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെയും മുന്നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലുമാണ്. ഇതും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം. വീക്ക്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് കാണാം, നമ്മളിപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ വീക്ക്ലി ചാർട്ടിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട് ഈ വീക്ക്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ വരച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വീക്ക്ലിയിൽ ഈ ഒരു ഹൈ ആണ്. ഹൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈയുടെ മുകളിൽ ഒരു എഫ്ഇജിയും കൂടി ഉണ്ട്. എന്തായാലും ആ ഹൈന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങാവുന്ന സമയത്ത് എത്താൻ സാധ്യത ഉള്ളത് മറ്റൊരു ലെവൽ എന്ന് പറഞ്ഞത് ഈ ലെവലും അതുപോലെ തന്നെ ഇതും തന്നെയാണ്. ഇനിയിപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയാണ് വീക്കിലിയിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഡേയിലേക്ക് പോവാം. ഡേയിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ലെവലിനെ ബ്രേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നോക്കിയാൽ കാണാം ഈ ലെവലൊക്കെ പലപ്പോഴും റിജക്ഷൻ തന്നു താഴോട്ടേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു മൂവ്മെന്റ് തരാനുള്ള സാധ്യതയുണ്ട്. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് വലിയൊരു സെല്ലിംഗ് മൂവ്മെന്റ് പ്രഷർ ബിൽഡ് ചെയ്ത് തന്നാണ്. മാത്രമല്ല ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനൊരു ബ്രേക്ക് ഔട്ട് ആയിട്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എനിവേ ഡേയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഈ ലൈനൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലൈനിന്റെ തൊട്ട് മുകളിലാണ്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് അടുത്തൊരു ഏരിയ ഡയല ഇതാണ്. ഇത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു മുൻപ്. അതുപോലെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു എഫ്ഇജി ഇവിടെ എടുക്കുന്നുണ്ട്. എനിവേ അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു വേണ്ടിയിട്ട് ഫോർവേഡിലേക്കാണ് പോകുന്നത്. ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു എഫ്ഇജി ക്രിയേറ്റ് ചെയ്തുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത മൾട്ടിപ്പിൾ ടൈം ഈ ലെവലിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നതാണ്. സോ ഈ ഒരു ലെവലിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയാണ്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയാണ്. അപ്പൊ ഇത്രയും 3 സപ്പോർട്ട് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. നോക്കിയാൽ കാണാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലെവലിനെ ഒരു നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു FEG നമുക്ക് ഇവിടെ കാണാം. ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഇവിടെയും കാണാം, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ മുകളിലാണ് ഇവിടെ സപ്ലൈ നടന്നതാണ്, ആ സപ്ലൈ നടന്ന ഏരിയയും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. പക്ഷെ അവിടേക്ക് എത്തണമെന്നില്ല, എന്നിരുന്നാലും മാർക്ക് ചെയ്തിടാം നമുക്ക്. ഇനി ഇതിന്റെ എല്ലാം പ്രൈസ് റേഞ്ചുകൾ ഒന്ന് മാർക്ക് ചെയ്തിടാം. സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും താഴെയുള്ള സപ്പോർട്ടിൽ 58.450, അതിന്റെ മുകളിൽ 59.227, അതിന്റെ തൊട്ട് മുകളിലുള്ള സപ്പോർട്ട് ഏരിയയുടെ 60.591, അതുപോലെ 59.814, അതിന്റെ മുകളിലുള്ളത് 62.375, അതുപോലെ 61.578 ആണ്. ഇനി അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ, അതായത് കറന്റ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ 64.264 ആൻഡ് 63.530. ഇനി അതിന്റെ മുകളിലുള്ളത് 65.881, അതുപോലെ 65.125. വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് 67.812, അതുപോലെ 67.077, അതുപോലെ അതിന്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് 69.281 ആൻഡ് 68.672, അടുത്തത് 71.989 ആൻഡ് 70.519. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസിലെ പ്രൈസ് റേഞ്ചുകൾ. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 1 അവറിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള നിയറസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈനിലേക്കും, അത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ, മാർക്കറ്റ് നിൽക്കുന്ന റെസിസ്റ്റൻസ് സോൺ, അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ എത്താനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു ബൈ എൻട്രി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ വീണ്ടും താഴോട്ടേക്ക് വരികയാണ്. കൺഫർമേഷനോട് കൂടി ഇത് ബ്രേക്ക് ചെയ്യാണ്. ഐ മീൻ ഡയറക്റ്റ് ബ്രേക്ക് ആയിരിക്കില്ല, ഒരുപക്ഷെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുള്ള ഒരു ബ്രേക്ക് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു FEG ആണ്. ആ ഒരു FEGനെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് നോട്ട് ചെയ്ത് വെക്കാം. 61.261 ആൻഡ് 60.602. അതും കഴിഞ്ഞാൽ, ആ ഒരു FEGയും കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ സപ്പോർട്ടിൽ നിന്നും ഈ FEGയിൽ നിന്നൊക്കെ എല്ലായ്പ്പോഴും നമുക്കൊരു റിയാക്ഷൻ, മിനിമം റിയാക്ഷനെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു റിയാക്ഷൻ നമുക്ക് ഏറെക്കുറെ ഈ ലെവൽ വരെ FEGയിൽ നിന്നോ അല്ലെങ്കിൽ താഴെയുള്ള സപ്പോർട്ടിൽ നിന്നോ ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്ന് വീണ്ടും ചിലപ്പോൾ താഴോട്ടേക്ക് തന്നെ ഇറങ്ങി 59 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടയിലേക്ക് വന്ന് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്ന് ഇവിടെ വന്ന് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ലെവലിലേക്ക് ആദ്യം വരുന്ന സമയത്ത് ഇത് തന്നെ സംഭവിക്കാം, രണ്ടാമത് വരുന്ന സമയത്തൊക്കെ സംഭവിക്കാം. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ സ്ട്രോങ് ആയുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ചെറിയ ചെറിയ പുൾ ബാക്കുകൾ, ചെറിയ ചെറിയ റിജക്ഷൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വലിയ റിജക്ഷൻസ് നമ്മൾ നോക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല കൺഫർമേഷൻസ് വേണം. കൺഫർമേഷൻസ് നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് തന്നതിന് ശേഷം വീണ്ടും സപ്പോർട്ട് ഇവിടുന്ന് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇവിടുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ലെവൽ ബ്രേക്ക്ഔട്ട് തന്നിട്ട് വീണ്ടും ഒരു FEG വരെ എത്താനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. FEGയിൽ നിന്ന് ഒരു പക്ഷെ നല്ല രീതിയിൽ, കാരണം ഹയർ ടൈം ഫ്രെയിമിന്റെ FEG ആയതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു കൺഫർമേഷൻ എടുത്ത് വീണ്ടും FEG ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അവിടേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ റിയാക്ഷൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
ഈ പറയുന്ന സിനാരിയോ അതുപോലെ തന്നെ ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. കൺഫർമേഷൻ നിർബന്ധമായി തന്നെ എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.